ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഒരു പെയിൻറ്റിങ് വർക്കാണ് ചെയ്യാൻ പോണത്. അത് ഓരോരോ ഭാഗങ്ങളായിട്ട് ചെയ്യണത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോണത് ഈ ഡോറിൻ്റെ ഈ സൈഡും ആണ് ചെയ്യണത്. അപ്പോൾ ഓരോരോ ഭാഗങ്ങളായിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം. അപ്പോൾ ഇതേപോലെ വർക്ക് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നമ്പർ നമ്മൾ വീഡിയോയുടെ അടിയിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ പെയിൻറ്റിങ്ങിന് മുമ്പ് മുകളിൽ വശമൊക്കെ മാസ്ക് ചെയ്യണതാണ്. അപ്പോൾ ഇതേപോലെ ടോപ്പ് മൊത്തം മാസ്ക് ചെയ്യണം. പിന്നെ നമുക്കിത് മാസ്ക് ചെയ്തിട്ട് ബാക്കിയുള്ള കാഴ്ച കാണാം. അപ്പോൾ ആ മാസ്ക് ചെയ്ത് ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ നമ്മളെ മാസ്കിങ്. ഇതേപോലെ നമ്മൾ ചുറ്റിനും മാസ്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു ഡോറിൻ്റെ അവിടെയും കൂടി മാസ്ക് ചെയ്യാനുള്ളൂ. ഇനി അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടയർ ഇതേപോലെ മാസ്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻറ്റ് കയറി അതിനകത്ത് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യണത്. ഇതേപോലെ 4 ഭാഗവും മാസ്ക് ചെയ്യണം. അപ്പോൾ അതിന് മാസ്ക് ചെയ്തിട്ട് മൊത്തമായിട്ട് മാസ്ക് ചെയ്തിട്ട് നമുക്ക് കാണാം എങ്ങനെയാണ് ഇതിൻ്റെ ഇതിരുത്തുന്നത്. ഫുള്ളായിട്ട് മാസ്കിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് 4 ടയർ അതേപോലെ ടോപ്പ്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. നമ്മൾ ഫേസ് അടിക്കാൻ വേണ്ടിയുള്ള പെയിൻറ്റ് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ കളർ ഏതാണെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ പെയിൻറ്റിങ്ങിന് മുമ്പുള്ള അവസാന സ്പോട്ടിങ് നോക്കണം കേട്ടോ. അപ്പോൾ ചെറിയ ഡോട്ടുകൾ, കുഴികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഫിനിഷായിട്ടാണ് ഇനി അടുത്തത് പെയിൻ്റ് അടിക്കുകയുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിന് അടുത്ത് പെയിൻറ്റിങ് ആണ്. പെയിൻറ്റിങ് നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് കാണാൻ എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പെയിൻറ്റ് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേറൊരു ബോട്ടിലേക്ക് പകർത്തുകയാണ്. നമ്മളപ്പോൾ ആവശ്യത്തിനുള്ള പെയിൻ്റ് എടുത്തിട്ട് അതിനകത്തേക്ക് ടിന്നർ മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആവശ്യത്തിനെടുത്ത് മിക്സ് ചെയ്യുള്ളൂ, ഒരുമിച്ച് മിക്സ് ചെയ്യൂല. അപ്പോൾ നമ്മൾ ഗണ്ണിലേക്ക് പെയിൻറ്റ് പകർത്തണം കേട്ടോ. അപ്പോൾ ഒരു ഫിൽറ്ററൊക്കെ വെച്ചിട്ട് അരിച്ചിട്ടാണ് സംഭവം എടുക്കണത്. അപ്പോൾ അത്ര ക്ലിയർ ആയിട്ടാണ് കേട്ടോ വർക്ക് ചെയ്യണത്. അപ്പോൾ നമ്മൾ പെയിൻറ്റിങ് തുടങ്ങണം കേട്ടോ. അപ്പോൾ വീഡിയോയിൽ എങ്ങനെ കാണാനുണ്ടെന്ന് അറിയില്ല. അപ്പോൾ എല്ലാവരും നല്ലപോലെ ശ്രദ്ധിച്ച് കാണാൻ ശ്രമിക്കുക.
സ്കിപ്പ് ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ഇതേപോലെയുള്ള രസകരമായിട്ടുള്ള എല്ലാവിധ പണികളും നമ്മൾ ചെയ്യും. അപ്പോൾ അത് നിങ്ങളെ കാണിക്കണമായിരിക്കും കേട്ടോ. നമ്മൾ 2 കോട്ട് മൊത്തം അടിച്ചിട്ടാണ്. അപ്പോൾ 2.5 കോട്ടാണ് അടിക്കണത്. അത് ലാസ്റ്റ് കോട്ടാണ് അടിക്കാൻ പോണത്, ഫിനിഷിങ്. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ 2 കോട്ട് അടിച്ച് ഫിനിഷാക്കി വെച്ചേക്കണത് കാണിച്ചു തരാട്ടെ. ഇതിൻ്റെ പുറമേയാണ് ഇനി അടുത്ത് അടിക്കാൻ പോകുന്നത്. ഇത് ഇപ്പോൾ 2 കോട്ട് അടിച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മേളിൽ ഇനിയിപ്പോൾ ലാസ്റ്റത്തെ കോട്ട് അടിക്കാൻ പോവുകയാണ് നമ്മൾ. ഇതിനെ അടിച്ച് കഴിഞ്ഞ് ഫിനിഷ് ചെയ്തിട്ട് കാണാം കേട്ടോ ബാക്കി കാഴ്ച.
പെയിൻറ്റിങ്ങിൻ്റെ വർക്കപ്പോൾ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് ക്ലിയറാണ് അടിക്കണത്. അപ്പോൾ നോയ്സ് ഉള്ളതുകൊണ്ട്, നല്ല നോയ്സ് ഉള്ളതുകൊണ്ട് എങ്ങനെ കേൾക്കണ്ടെന്ന് അറിയില്ല. ഇതിനാവശ്യമായിട്ടുള്ള ക്ലിയർ മിക്സ് ചെയ്തെടുക്കാൻ പോണേ കേട്ടോ. അപ്പം അതെങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടു. അതിൻ്റെ ഹാർഡ്നർ ഒഴിക്കാൻ പോണ കേട്ടോ നമ്മൾ. അതിനാവശ്യമായിട്ടുള്ള ഹാർഡ്നർ ഒഴിച്ചിട്ടുണ്ട്. PU ടിന്നർ ഉണ്ടാവും, അത് നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്യണേണ് ആവശ്യത്തിന്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാൻ പോണേ കേട്ടോ. ഇപ്പം നമ്മൾ ബൂത്തിൻ്റെ ഉള്ളിലാണ്ടുള്ളത്, അപ്പം നല്ല നോയ്സ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ പറയുന്നത് എന്തോരം ക്ലിയർ ആവണ്ടെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ക്ലിയർ കണ്ണിലേക്ക് അരിച്ചൊഴിക്കാൻ പോണേ കേട്ടോ. ഇനി നമുക്ക് ക്ലിയർ എങ്ങനെയാണ് അടിക്കണതെന്ന് കാണാം. അപ്പോൾ നമ്മൾ ക്ലിയർ അടിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ക്ലിയർ ഇപ്പോൾ ആദ്യത്തെ കോട്ട് അടിക്കണേണ്. ഇത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് വലിഞ്ഞ ശേഷം രണ്ടാമത്തെ കോട്ടും കൂടി അടിക്കും. അപ്പോൾ ഇത് അടിച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഫിനിഷിങ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കോട്ട് ക്ലിയർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചുറ്റുള്ള ഇത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇതിൻ്റെ ഫസ്റ്റ് കോട്ട് ഫിനിഷാണ് ഈ കാണുന്നത്. ലാസ്റ്റ് കോട്ട് ക്ലിയർ ആണ് ഇപ്പം അടിക്കണത്. അപ്പോൾ ഇത് ഇനി ഇത് അടിച്ചിട്ട് ഇതിൻ്റെ മൊത്തം ഫിനിഷ് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഡോറും ബോണറ്റൊക്കെ അടിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. കാര്യം ഇന്ന് നമ്മൾ ചെയ്യൂല, ഒറ്റ ദിവസം കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഇന്നത്തെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ പാനലുകളൊക്കെ അടിക്കണത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, ബൈ.